ഇവിടെ കൗൺസിലിംഗ് ചെയ്യാറുണ്ട്. ഞാൻ റോമിലൊരു സ്കോളർഷിപ്പിൽ ഞാനത് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ഇന്ത്യയിൽ നിന്ന് 2 പേര് പഠിച്ചതിൽ ഒരാൾ ഞാനായിരുന്നു. ജോൺ പോൾ മാർപ്പാപ്പ പോപ്പായിരുന്നപ്പോഴേ ഈ കത്തോലിക്കരല്ലാത്ത ക്രിസ്ത്യൻസ്, ഹിന്ദുസ്, മുസ്ലിംസ് അങ്ങനെ ചിലർക്ക് സ്കോളർഷിപ്പ് കൊടുക്കും. കാശും തരിയില്ല. നമുക്കവിടെ ചെന്നാൽ സെൻറ്റ് തോമസ് യൂണിവേഴ്സിറ്റി, പരിശുദ്ധ പിതാവ് പഠിച്ച സ്ഥലമാണ്, പഠിപ്പിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അവിടെ പഠിക്കാം. 3 to 6 monthsേ ഉള്ളൂ കോഴ്സ്. പക്ഷേ അത് മതി. ടോപ്പ് പ്രൊഫസേഴ്സൊക്കെ എടുക്കുന്നത്. അത് പഠിച്ചു കഴിഞ്ഞ് ഇറങ്ങാം. ഫീസ് കൊടുക്കണ്ട. താമസം ഫ്രീ, ഭക്ഷണം ഫ്രീ, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യാത്ര ചെലവ് ഫ്രീ. അത് വളരെ റിഗറസ് സെലക്ഷനാണ്. എങ്ങനെയോ അത്തവണ ഇന്ത്യൻ സെലക്ഷൻ കിട്ടിയ 2 പേരിൽ ഒരാൾ ഞാനായിരുന്നു. കുറേ വർഷം, 10-22 വർഷം മുമ്പാണ്. ATM ഒക്കെ ഞാൻ ആദ്യം റൂമിലാണ് കാണുന്നത്. പക്ഷെ അന്ന് ഈ പറഞ്ഞ മാതിരി വീൽ ചെയർ വേണ്ട. ഞാനത് കാണിക്കാം. ഇങ്ങനെ എൽബോ ക്രച്ചസ് എന്ന് പറയും. ഇങ്ങനെ ഇവിടെ വെക്കണ്ട, ഇങ്ങനെ പിടിച്ച് നടക്കണം. അങ്ങനെ എൽബോ ക്രച്ചസ് എനിക്ക് 2 എണ്ണം അവിടെ ചെന്നപ്പം റോമിയിൽ തന്നിരുന്നു. ടാക്സിയൊന്നും നമുക്ക് പിടിക്കാൻ പറ്റില്ല, ബസ്സിൽ തന്നെ. പക്ഷേ അന്നത്തെ കാലത്ത് പോലും, ഞാൻ എല്ലാ രാജ്യങ്ങളും നല്ലതാണെന്ന് പറയല്ല, ഒരു ബസ് വന്നാൽ അതിങ്ങനെ താഴും. നമ്മൾ നടന്നു മുമ്പ് ഒരു ബസ് വന്നാൽ അതിങ്ങനെ താഴും. പേയ്മെൻറ്റിൽ നിന്ന് നമുക്കിങ്ങനെ ചുമ്മാ കയറാം. നമുക്ക് പ്രത്യേകം സീറ്റുണ്ട്. ടിക്കറ്റ് ആരെങ്കിലും എടുത്തു തരും, എൻ്റെ പൈസ കൊടുത്താൽ മതി. അങ്ങനെ പിന്നെ കോളേജിലോട്ട് കയറുന്ന പാടായിരുന്നു. റോം ഈസ് എ സിറ്റി ഓഫ് 7 ഹിൽസ് എന്ന് കേട്ടിട്ടില്ലേ? 7 കുന്ന് കണ്ട കുറേ പൊക്കത്തിലാണ്. അതങ്ങ് കയറും. പണ്ട് ഫാത്തിമ കോളേജ് കയറിയ അനുഭവം ഒരു ബാങ്ക് ബാലൻസായിട്ട് നിൽക്കുന്നുണ്ട്. കയറാൻ ബുദ്ധിമുട്ടില്ല. ഞാൻ നന്ദിപൂർവ്വം ഓർക്കും. ആ സീനിയർ പ്രൊഫസറായിരുന്ന അദ്ദേഹം കണ്ടാൽ നമ്മൾ ഈ ഫോട്ടോയിലൊക്കെ ജീസസ് ക്രൈസ്റ്റിനെ കാണുന്ന പോലെ ഡൊമിനിക്കൻ പ്രീസ്റ്റായിരുന്നു. അദ്ദേഹത്തിന് എന്നോട് വലിയ സ്നേഹമായിരുന്നു. അദ്ദേഹം ആദ്യ ദിവസം തന്നെ പറയും, നോക്കൂ, ഇന്ത്യയിൽ നിന്ന് ഒരാൾ പറഞ്ഞിരിക്കുന്നു, നമ്മളെ പഠിപ്പിക്കേണ്ട ആൾ നമ്മൾ പറയുന്ന മനഃശാസ്ത്രം. ഞാൻ വിശ്വസിക്കാൻ ഇത് കേട്ട പ്രയാസമാണ്. അദ്ദേഹം എന്തൊരു മനഃശാസ്ത്രം കൂട്ടി, നമ്മുടെ ഉപനിഷത്തിൽ നിന്നും ഗീതയിൽ നിന്നൊക്കെ എടുത്ത മനഃശാസ്ത്രപരമായ കാര്യങ്ങൾ കൂട്ടി വരുന്നു. എന്നിട്ട് പറഞ്ഞു, മിസ്റ്റർ മേനോൻ, ഐ എം പോസിറ്റീവ്ലി ഷുവർ ദാറ്റ് യു ആൾസോ ആർ നോട്ട് അവെയർ ഓഫ് എനി ഓഫ് ദീസ് തിങ്സ്. മിസ്റ്റർ മേനോൻ, നിങ്ങൾക്ക് തന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ പലതും അറിയുന്നുണ്ടാവില്ല. ഞാൻ പറയും, അറിയില്ല. അതാണ് നിങ്ങൾ ആദ്യം നിങ്ങളുടെ സംസ്കാരം പഠിക്കണം. ഇവിടെ ഞാൻ പറയും, മനഃശാസ്ത്രം പഠിക്കാനാവുന്ന ക്രിസ്ത്യൻ തിയോളജി വേണ്ട പാടുന്നു. അല്ല, വലിയ സ്നേഹമായിരുന്നു. 3 മാസം കൊണ്ട് ഞാൻ പൂർത്തിയാക്കി. 10 മാർക്കാണ്. 10ൽ 10ഉം കിട്ടി. അങ്ങനെ എനിക്കൊരു ക്വാളിഫിക്കേഷൻ ഉണ്ട്. ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ, അത് പറഞ്ഞില്ല, നന്ദികേടാണ്. ഈ കടം ഞാനിങ്ങനെ വീട്ടുക. ഒരു ഹിന്ദുവായ എനിക്കൊരു സ്കോളർഷിപ്പ് വന്ന് എന്നെ കൊണ്ടുപോയി എനിക്ക് പഠിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു. അയ്യോ, അതിനിടയ്ക്ക് പറഞ്ഞില്ല, അദ്ദേഹത്തിന് ഓഡിയൻസ് കിട്ടി കേട്ടോ. 5-10 സെക്കൻഡാണ് കിട്ടുക. ആളുകൾ നിരന്നിരിക്കുന്നതിനിടയ്ക്കൂടെ പിതാവ് ഇങ്ങനെ പോകും. വയ്യ, വിറയ്ക്കുന്നൊക്കെ ഉണ്ട് കൈ. അപ്പം വീൽ ചെയറിലുള്ളവർക്ക് എപ്പോഴും പ്രിഫറൻസാണ്, എവിടെയും പ്രിഫറൻസാണ്. 3-4 പേരേ ഉള്ളൂ. അപ്പം ഞാൻ തന്നെ ആയിരുന്നു മുമ്പിൽ, ഇന്ത്യയല്ലേ. അപ്പം ഈ ശ്രീകൃഷ്ണൻ ഗീത ഉപദേശിക്കുന്ന ഇതുണ്ടല്ലോ, അർജുനൻ തിരിഞ്ഞിരിക്കുന്നു, ആ രഥത്തിൻ്റെ ഒരു സംഗതി എൻ്റെ അടുത്തുണ്ടായിരുന്നു. അത് ഞാൻ കൊടുത്തു. പിതാവത് മനസ്സിലാക്കി. പിതാവത് വിറയ്ക്കാൻ കൈവിട്ട് വാങ്ങിച്ചിട്ട് 2 വാക്കുകൾ പറഞ്ഞ് എങ്ങനെയാണ് മറക്കാൻ പറ്റുക മരണം വരെ. ഹിന്ദു ഇന്ത്യ എന്ന് പറഞ്ഞു. പിടികിട്ടിയല്ലോ. ഹിന്ദു ഇന്ത്യ എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട ഇത് കേൾക്കുന്നവർക്ക്, സുഹൃത്തുക്കൾക്ക് കാണുന്നവർക്ക്, നീ ഹിന്ദു അല്ലേ, നീ ഇന്ത്യയിൽ നിന്നല്ലേ. വാങ്ങിച്ചു. അപ്പം തന്നെ വാങ്ങിക്കാനൊക്കെ ആളുണ്ട്. വിറയ്ക്കുന്ന കൈ കൊണ്ട് തലയിലൊന്ന് തൊടുകയും ചെയ്തു. സെൻറ്റ് പീറ്ററിൻ്റെ മോതിരം ഇട്ട കൈയാണ്. അത് എൻ്റെ തലയിൽ വയ്ക്കാൻ പറ്റും. ഫോട്ടോ ഒന്നും കിട്ടിയില്ല പിന്നെ അത്.